നമുക്ക് കേൾക്കാം. മന്ത്രി ഇപ്പൊ ഈ വഴി വരും. എല്ലാരും ഒതുങ്ങി മാറണം. നെഞ്ചത്തൂടെ വണ്ടി കയറിയിട്ട് പിന്നെ പറഞ്ഞില്ല അറിഞ്ഞില്ല എന്നാവരുത്. അങ്ങനെയൊന്നും പറയരുത്. മന്ത്രിയെ കണ്ടിട്ട് ഞങ്ങൾ പോകും. ഇവിടെ വെച്ച് കാണാൻ ആരെയും അനുവദിക്കില്ല. ഈ പാലം കടന്ന് മന്ത്രിക്ക് പോകണമെങ്കിൽ ഞങ്ങളെ കണ്ടേ പറ്റൂ. മര്യാദയുടെ ഭാഷയിൽ സംസാരിച്ചിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ എനിക്ക് അടുത്ത നടപടിയിലേക്ക് നീങ്ങേണ്ടി വരും. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മന്ത്രിയെ കണ്ട് ബോധിപ്പിക്കാൻ വന്ന പാവങ്ങൾക്കെതിരെ എന്താണാവോ നിങ്ങളുടെ അടുത്ത നടപടി? ലാത്തി ചാർജോ അതോ വെടിവെപ്പോ? എന്തായാലും ഞങ്ങൾക്ക് മന്ത്രിയെ കണ്ടേ പറ്റൂ. കണ്ടേ ഞങ്ങൾ പോകൂ. ഈ കൊച്ചിനെയും കെട്ടി വലിച്ച് ഊരുട്ടുന്നത് ശരിയല്ല. പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കണം. പറഞ്ഞു തീർക്കാൻ ശ്രമിച്ച ആണല്ലോ ആ കാണുന്നത്. രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്ത ആളാണ് ഫോറസ്റ്റർ ജയദേവൻ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അങ്ങേരുടെ രാജ്യസ്നേഹത്തെ കുറിച്ചൊന്നും നീ പറയണ്ട. ചത്ത് കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെയാ പറയാ. നിങ്ങളൊക്കെ ചത്ത അതുപോലും പറയാൻ ആളുണ്ടാവില്ല. എനിക്കത് കേൾക്കണമെന്ന് വലിയ ആഗ്രഹമില്ല. ജീവിച്ചിരിക്കുമ്പോ 10 കാശുണ്ടാക്കി ഉണ്ടാവും. അവന്റെ ഒരു നിങ്ങളുടെയൊക്കെ നാവിൻ തുമ്പിൽ അതേ വരൂ. ഞാനും ഈ പാവങ്ങൾ അടക്കമുള്ളവരും ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്ന കരത്തിൽ നിന്നും ശമ്പളവും ബോണസും ഗ്രാറ്റുവിറ്റിയും വാങ്ങി ഉണ്ണുന്ന ചോറിന് നന്ദി കാണിക്കാതെ അച്ചായനും കൂട്ടിനും പറയുമ്പോ മലവും മൂത്രവും രേതസും പറ്റിപ്പിടിച്ച അവരുടെ കോണകം കുറ്റാലത്തെ ഔഷധ വെള്ളത്തെ കഴുകി ഉണക്കി തേച്ച് മടക്കി കൊടുക്കുന്ന നിനക്കൊന്നും ഫോറസ്റ്റർ ജയദേവന്റെ ദേശസ്നേഹത്തെ കുറിച്ച് പറഞ്ഞാ മനസ്സിലാവില്ല. നിന്റെ വേദാന്തം കേൾക്കാനല്ലേ ഞാനിവിടെ നിൽക്കുന്നത്. എന്നെ ദേശസ്നേഹം പഠിപ്പിക്കാനാണോ ഈ തെണ്ടികളെയും കൂട്ടിക്കിട്ട് വന്നത്? നിങ്ങളെപ്പോലെ കാക്കിയിട്ട് ഒരു ഓഫീസറെ പട്ടാപ്പകൽ നടു റോഡിലിട്ട് വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തിയിട്ട് നിയമം സംരക്ഷിക്കാൻ നിങ്ങൾ എന്ത് ആക്ഷൻ എടുത്തു അറിയാനാണ് ഞങ്ങൾ വന്നത്. ആരാണ് യഥാർത്ഥ കൊലയാളിയെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ഥലത്തുള്ളവരാരും തന്നെ കേസിനോട് സഹകരിക്കുന്നില്ല. ആദിവാസികളുടെ ഇടയിൽ തന്നെ ഫോറസ്റ്റിനോട് ദേഷ്യമുള്ള പലരും ഉണ്ടെന്നാണ് അറിവ്. അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അവരെ ഒന്ന് ശരിക്ക് വരട്ടിയാൽ സത്യം മണി പോലെ പുറത്തു വരും. ഇല്ലെങ്കിൽ ഞാൻ വരുത്തിക്കും. പണ്ട് നെക്സലേറ്റുകളെ വേട്ടയാടാനാണെന്ന് പറഞ്ഞ് ആദിവാസി കുടിലുകളിൽ കയറി ഇറങ്ങി ബീജ നിക്ഷേപം നടത്തി ഒരുപാട് എണ്ണങ്ങൾക്ക് ജന്മം കൊടുത്തില്ലേ? ഇനി അത് ആവർത്തിക്കാനാണോ ഭാവം? കാലം മാറിപ്പോയി സാർ. പുഞ്ചിരിക്കുന്ന മന്ത്രിമുഖ്യന്മാർ എന്നും കൂട്ടിനുണ്ടാവും ധരിക്കുന്നു. നീയൊക്കെ കാട്ടിത്തരുന്ന നർസിയാനല്ല ഞങ്ങളൊക്കെ ഇവിടെ കാക്കിട്ടിരിക്കുന്നു. മനസ്സിലായോ? കുറ്റം ചെയ്തവർ നിങ്ങളുടെയൊക്കെ തോളിൽ കൈയിട്ട് നടക്കുന്ന കാണുമ്പോ വിഷമമുണ്ട് സാർ. കള്ളക്കടത്തും കരിഞ്ചന്തയും കൊള്ളിവെപ്പും കൊലവിളിയും ജനവഞ്ചനയും ജാതി രാഷ്ട്രീയവും അഹന്തയും ആത്മപ്രശംസയും നിന്നയും നീതികേടും മാറ്റിവെച്ച് ഈ കാക്കിയൊക്കെ ഊരിക്കൊടുത്ത് ഉമ്മറത്തെ ചാരുകസരെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു കാലം വരും. അന്ന് കിടന്നിട്ട് ഉറക്കം വരാതാകുമ്പോ ഒരു വെളിപ്പെടുത്തൽ നടത്തിയാൽ മോക്ഷം കിട്ടുമെന്ന് ധരിക്കരുത്. വേണ്ട. പണ്ട് ഇതുപോലൊരു ലാത്തി ഒരു സ്ത്രീയുടെ ദേഹം പരിശോധിച്ചത് കേരളത്തിന്റെ ചരിത്രം തന്നെ മാറ്റിയിട്ടുണ്ട്. മറക്കരുത്. നിന്നെയൊക്കെ ഒതുക്കാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. സാറേ, ഒതുക്കലൊക്കെ അങ്ങ് അച്ചാന്റെ അടുത്ത് പറഞ്ഞാൽ മതി. മന്ത്രിയെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ വന്നവരാ ഞങ്ങള്. പിന്നെ ജീവിക്കണമെന്ന് വലിയ കൊതിയില്ല. സാറേ, നൂലുണ്ടയും പ്ലാസ്റ്റിക് പൈപ്പും കളിത്തോക്കും കണ്ട ബോധം കെട്ടു പോകുന്ന ആധുനിക ബ്യൂറോക്രാറ്റുകളുടെ നട്ടലല്ല ഞങ്ങളുടേത്. ഇത് കണ്ടോ, കാടിന്റെ മക്കളാ. മണ്ണിൽ പൊന്നു വിളയിക്കുന്ന കൈകളായത്. എന്താടോ ഇത്? പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെ പണിയില്ലാണ്ടിരിക്കുന്ന ഒരു ഹോബിയാ. എന്തെങ്കിലും പറഞ്ഞ അവരെ ഒന്ന് ഒഴിവാക്ക്. അങ്ങനെ പറഞ്ഞാൽ ഒഴിഞ്ഞു പോകുന്ന സൈസുകളല്ല. ഒരു ലാത്തി ചാർജ് നടത്തിയാലോ എന്ന് ആലോചിക്കുക. താൻ വേണ്ടാത്ത പണിയൊന്നും കാണിക്കരുതേ. അവരെ ഒന്നും ചേരുന്ന അച്ഛന്റെ പ്രത്യേക ഓർഡർ ഉള്ളതാ. അതല്ലേ പ്രശ്നം. എന്റെ മണ്ഡലത്തിൽ എന്നെ തടഞ്ഞെന്നൊക്കെ പ്രതിപക്ഷം കേട്ടാൽ ഞാൻ തന്നെ ഇടപെടാം. അല്ലേടോ? അതാ നല്ലത്. ബഹുമാനപ്പെട്ട മന്ത്രി വോട്ടെണ്ണി കഴിഞ്ഞപ്പോ ഈ നാട് വിട്ടതല്ലേ? മന്ത്രിയായപ്പോ ഇരിക്കാൻ സമയം കിട്ടുന്നില്ല കുട്ടി. ഉദ്ഘാടനങ്ങളും മീറ്റിങ്ങുകളും എല്ലാറ്റിനും ഞാൻ ഒരാൾ തന്നെ വേണ്ടേ? മന്ത്രിമന്ദിരത്തിലെ രാജകീയ സുഖത്തിൽ മുഴുകിയപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി പാവങ്ങളുടെ പ്രശ്നങ്ങൾ മറന്നു. പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞെങ്കിൽ അല്ലേ പരിഹരിക്കാൻ പറ്റൂ. ഫോറസ്റ്റർ ജയദേവിന്റെ കൊലപാതകത്തെ കുറിച്ചുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാം. ആലോചിച്ചാ പോരാ, ഇപ്പൊ ഈ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഉറപ്പ് തരണം. എനിക്ക് ഒറ്റയ്ക്ക് ഉറപ്പ് തരാവുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ? മാനിറച്ചിയും മയിലിറച്ചിയും തന്ന ആദിത്യം അരുളുന്ന കിരീടമില്ലാത്ത രാജാക്കന്മാരുടെ അനുവാദം കൂടി വേണമായിരിക്കും. പാർട്ടി എടുക്കുന്ന തീരുമാനം പോലല്ലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഇല്ലാത്തവന്റെ വോട്ട് വാങ്ങി ഉള്ളവന്റെ അടുക്കളപ്പണി ചെയ്യാനാണോ പാർട്ടിയുടെ തീരുമാനം? അത് നിന്നെ അറിയിക്കേണ്ട കാര്യമില്ല. അങ്ങനെ അങ്ങ് ഒഴിഞ്ഞു മാറാനല്ലോ ഈ പാവങ്ങളെല്ലാം ചേർന്ന് നിങ്ങൾ ഈ കൊടി പറക്കുന്ന കാറിലിരുത്തിയത്. ഭരണമില്ലാത്തപ്പോ നമുക്ക് പലതും പറയാം. ഭരിക്കുമ്പോ അങ്ങനെയൊക്കെ പറ്റുമോ? സഖാവ് ഒന്നോർത്താ കൊള്ളാം. ഋതുഭേദങ്ങൾ നോക്കാതെ പാടത്തും പറമ്പിലും പണിയെടുക്കുന്ന അടിസ്ഥാന വർഗത്തിന് പിച്ചച്ചട്ടിയിൽ കണ്ണും വെച്ച് നിങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതുമാണ് യഥാർത്ഥ സോഷ്യലിസം എന്നും കമ്മ്യൂണിസം എന്നും തെറ്റിദ്ധരിപ്പിച്ച് കള്ളപ്പണത്തിന് കണക്ക് കാണിക്കാൻ ബക്കറ്റ് പിരിവ് നടത്തി അധികാര കൊതിമൂത്ത ആദർശ മേലാളന്മാർക്ക് ഇരിക്കുവാനും സുഖിക്കുവാനും എയർ കണ്ടീഷൻ ചെയ്ത മണിമന്ദിരങ്ങൾ പണിയാൻ ഓടി നടക്കുമ്പോ ഒരു കാര്യം ഓർക്കണം സാറേ, നിങ്ങളെ ഇവിടം വരെ എത്തിച്ച ഈ പാവങ്ങൾ പഞ്ചായത്ത് കിണർ നിറയെ പഞ്ചാര വെള്ളമാക്കി തരുമെന്ന് ഇപ്പോഴും വിശ്വസിച്ചിരിക്കുകയാണല്ലോ. നിങ്ങളുടെ തനിനിറം ഇപ്പോഴെങ്കിലും ഇവർ മനസ്സിലാക്കട്ടെ. ഇന്നിവർ ആവശ്യപ്പെടുന്ന ഒന്നേ ഉള്ളൂ,
കുറ്റം ചെയ്തവരുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാകുന്ന സർക്കിൾ ഇൻസ്പെക്ടറിനെ കേസ് അന്വേഷണത്തിൽ നിന്ന് മാറ്റുക. ജയദേവൻ വധക്കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുക. ജനങ്ങൾ എന്താവശ്യപ്പെടുന്നു അത് നടത്തി തരാനല്ലേ ഞാനിവിടെ ഉള്ളത്. എടോ സർക്കിളെ, താൻ ഇനി ആ കേസ് അന്വേഷിക്കണ്ട. ഇവരുടെ ഒന്നും മനസ്സ് വിഷമിപ്പിച്ചിട്ട് എനിക്ക് ആരും ആകണ്ട. ഫോറസ്റ്റ് ജയദേവന്റെ മരണത്തിന് ഉത്തരവാദികളെ കണ്ടെത്തുന്നതിൽ ഈ സർക്കിൾ പരാജയപ്പെട്ടതുകൊണ്ട് കേസ് ഞാൻ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാൻ ഉത്തരവിടുന്നു. ഹായ്, കൺഗ്രാജുലേഷൻസ് മിസ് രേണുക വർമ്മ. നിന്റെ ജയം എനിക്കിഷ്ടമാണ്. താങ്ക്സ്. നിൽക്കണം, ഞാൻ കൺകുളിർക്ക് ഒന്ന് കണ്ടോട്ടെ. ജയദേവൻ വധക്കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചതിന്റെ പിന്നിൽ പ്രവർത്തിച്ച രേണുക വർമ്മ എന്ന ധീരവനിതയെ ഈ സമൂഹം എന്നും സ്മരിക്കും. നിന്റെ മനസ്സ് വേദനിക്കുന്നത് കാണാൻ എനിക്ക് കഴിയില്ല. അതിനുവേണ്ടി തോൽക്കുന്നതും എനിക്കിഷ്ടമാണ്. എങ്ങനെയുണ്ട് അടവുകൾ 18 ഞാൻ പഠിച്ചില്ലേ? കേട്ടേച്ചി, എന്റെ അച്ഛൻ എല്ലാ അടവുകളും അറിയായിരുന്നു. പാവച്ഛൻ എന്തുമാത്രം ശത്രുക്കളെ വെടിവെച്ചെത്തിന്നറിയാമോ? ഇന്നു മുതൽ ഞാൻ ഇറങ്ങാൻ പോവാ ശത്രുക്കളെ പിടിക്കാൻ. നിങ്ങൾ പോരുണ്ടോ? എവിടേക്ക്? അങ്ങനെയൊന്നുമില്ല, ശത്രുക്കൾ എവിടെ കണ്ടാലും പിടിക്കും. ആഹാ, പിടിക്കൂ. എന്നിട്ട് ദേ ഇങ്ങനെ അയ്യോ. ഇടിച്ചിട്ട് എല്ലാം മുറിക്കും. ഒത്തിരി കള്ളന്മാരെ പിടിച്ച പത്രത്തിൽ ഫോട്ടോ വരില്ലോ. ആ, വരും. കള്ളന്മാരെ പിടിക്കാൻ പറ്റുമെങ്കിൽ കട്ടാലും മതി. എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട. ഈ രാജോട്ട് ഇങ്ങനെയാ, ഭയങ്കര അസൂയ സാധനം. എന്നെ കളിയാക്കോ? കള്ളന്മാരെ പിടിച്ച് പത്രത്തിൽ ഫോട്ടോ വരുമ്പോ ഞങ്ങളെയൊക്കെ മറക്കുവോ? ചേച്ചിനെ മറക്കില്ല. അയ്യോ, ഇന്ന് രാത്രി ഡ്യൂട്ടി കയറാനുള്ളതാ, ഞാൻ മറന്നുപോയി. ആരൊക്കെ വന്നാലും എന്തൊക്കെ സംഭവിച്ചാലും ഈ വീരമണിനെ പിടിക്കാൻ കിട്ടില്ല. ഷർട്ട് ഞാൻ മറന്നു. ബട്ടൻസാ അടേ. എന്റെ പൊന്നച്ഛനാണ്. അച്ഛനെ പോലെ ഞാനും ധീരനാകും. 4 ആളുടെ മുമ്പിൽ അച്ഛനെ തലയുയർത്തി നടക്കണം എപ്പോഴും പറയാറില്ലേ? ഇന്നു മുതൽ അച്ഛന്റെ മകൻ ഇറങ്ങാ ധീരനാകാൻ. അച്ഛൻ അനുഗ്രഹിക്കണം. നിനക്ക് എന്തിട്ടാ പറ്റേണ്ടി വീരമണി? കൈമളത്തും കാലമളത്തും മസല് കയറിയോ? ധീരനായതാ അന്തോണിച്ചിട്ടാ. എനിക്ക് നൈറ്റ് ഡ്യൂട്ടി വേണം. നിനക്ക് തോന്നുമ്പോ ഡ്യൂട്ടി ഒഴിച്ചു തരാൻ ഇതെന്താ പെട്രോൾ പമ്പാ? അതൊന്നും പറഞ്ഞാ പറ്റില്ല, എനിക്ക് പിടിക്കണം. നീ പിടിച്ചോ? ഡ്യൂട്ടി സമയത്ത് കള്ളന്മാരെ പിടിച്ചാലല്ലേ പേര് കിട്ടൂ. അത് ശരി, അപ്പൊ ഒന്ന് കള്ളന്മാരെ പിടിക്കാൻ തന്നെ ഇറങ്ങിയിരിക്ക. അതെ, എന്റെ അച്ഛന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടണേ ഞാനത് ചെയ്തേ പറ്റൂ. അയ്യോ, ഇത്ര പെട്ടെന്ന് നിന്റെ അച്ഛൻ എങ്ങനെ മരിച്ചു? മരിച്ചിട്ടില്ല, മരിക്കുന്നതിന് മുമ്പ് ഞാൻ ധീരനാണെന്ന് തെളിയിച്ചേ പറ്റൂ. അന്തോണി ചേട്ടനെ സഹായിക്കില്ലേ? ഞാൻ പേരൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ. നീ വേറെ എന്താവശ്യപ്പെട്ടാലും എന്റെ കയ്യിൽ തരാൻ ഒന്നുമില്ല. അതെനിക്ക് പണ്ടേ അറിയാലോ. അന്തോണി ചേട്ടൻ എന്നെ കൈവിടരുത്, എന്നെ ഉപേക്ഷിക്കരുത്. ഇന്നത്തെ ചെക്ക് പോസ്റ്റ് ഡ്യൂട്ടി എനിക്കാ. ഒരു കാര്യം ചെയ്, എന്റെ ഡ്യൂട്ടി നീ ചെയ്തോ. ഇനി ഞാൻ കാരണം നിന്റെ അച്ഛന്റെ ജീവനുള്ള ആത്മാവിന് നിത്യശാന്തി കിട്ടിയില്ലെന്ന് വേണ്ട അല്ലേ? ഈ ഉപകാരം ഞാൻ ചത്താലും മറക്കില്ല. വരട്ടെ, കിളൻ എന്താ ചെയ്യാ നീ? ഇന്ന് ഇത്തിരി കൂടുതലാണോ? തെയ്യാരാ തെയ് തെയ് തകച്ചുണ്ടക്കൂ കിണ്ണക്കൂ തകച്ചുണ്ടക്കൂ തെയ് തെയ്. ജീശ്വരാ, വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നല്ലോ. തോന്നിയതോ? മനുഷ്യനെ മെനക്കെടുത്താൻ എത്ര നേരമായി എന്റെ ഈശ്വര. ഇവിടെ വരെ പോകേണ്ടതാ. നാശമായല്ലോ.
സംസാറേ തിരിച്ചു വരുമ്പോ ഒന്ന് കൂടണം. ആ കൂടാം, അതിനി സമയമുണ്ടല്ലോ. അതിനെ സൂക്ഷിച്ചു പോണം കേട്ടോ. ആ ശരി. ആ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു പോയി. ഇനി വന്നേ. സാറേ സാറേ, ആരാ? ഞാനാ വീരമണി. എന്താ വീരമണി? ഒരു വണ്ടിയിൽ കുറെ സാധനങ്ങൾ കയറ്റി നമ്മുടെ ചെക്ക് പോസ്റ്റ് കടന്നുപോയി. അച്ഛൻ്റെ ആൾക്കാരാ, വേഗം വന്ന് പിടിക്കാം. ചെക്ക് പോസ്റ്റിൽ ഡ്യൂട്ടിക്കാരുമല്ലേ? സോമനുണ്ട്. വണ്ടി പരിശോധിച്ചൊന്നുമില്ല. അവര് തുറന്നു കൊടുക്കാൻ പറഞ്ഞപ്പോ അവൻ തുറന്നു കൊടുത്തു. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഇതിലെ ഒരു വാൻ കടന്നു പോയല്ലോ, അത് ചെക്ക് ചെയ്തില്ലേ? വാനോ? ഇത് വഴിക്കോ? ഞാൻ ഡ്യൂട്ടി കയറിയത് പിന്നെ ഒരു സൈക്കിൾ പോലും ഇതിൽ വന്നിട്ടില്ല സാർ. സാറിനോട് ഇത് ആര് പറഞ്ഞു? ഞാൻ കണ്ടതാ സാർ. സോമൻ ഡ്രൈവറുമായി സംസാരിച്ചത് ഞാൻ കണ്ടതാ. സാർ ഇവന്റെ ബാക്ക് കിട്ടിട്ടാണ് ഇറങ്ങി തിരിച്ചത്. ഇവൻ വല്ല സ്വപ്നം കണ്ടായിരിക്കും സാർ. എന്താ വീരമണി, സാറിന്റെ അടുത്താണ് തമാശ കളിക്കുന്നത്? ഈ രണ്ട് കണ്ണുകളുകൊണ്ട് ഞാൻ കണ്ടതാ ഈ വഴിക്ക് ആവാൻ പോയത്. സത്യം. ഇന്ന് നിനക്കല്ലല്ലോ ഡ്യൂട്ടി, പിന്നെ നീ എന്താ ഡ്യൂട്ടി വേഷത്തിൽ? ഇന്ന് ഞാൻ ഡ്യൂട്ടി ചോദിച്ചു വാങ്ങിയത്. അതിന് നിനക്കെന്താ നഷ്ടം? ഇപ്പോഴത്തെ കാലത്ത് ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റില്ല. വണ്ടി കയറി. കേറി. അങ്കിളല്ല, സിംഗിളാ. എന്നോട് ആരും മിണ്ടണ്ട. എന്തു പറ്റി വീരമണി? എന്ത് പറ്റാനാ? ഞാൻ എന്തിനും ചെയ്ത അപ്പൊ കുറ്റാ. ഞാനിനി ഒന്നും ചെയ്യില്ല. പ്രശ്നം എന്താന്ന് പറഞ്ഞാലല്ലേ പരിഹാരം ഉണ്ടാക്കാൻ പറ്റൂ. തടി മിടുക്കുള്ള ഒരുപാട് ആണുങ്ങൾ ഈ ഓഫീസിൽ യൂണിഫോം ഇട്ടിരിക്കണ്ടല്ലോ. അവർക്ക് ആരെങ്കിലും ഇവിടെ നടക്കുന്ന കള്ളത്തരം കണ്ടുപിടിക്കാൻ പറ്റിയോ? ഇല്ല. ആ, ഞാനൊരു കള്ളത്തരം കണ്ടുപിടിച്ചു. എന്ത് കള്ളത്തരം? അടുക്കളയിൽ ആരെങ്കിലും തേങ്ങ പൊട്ടിച്ചോണ്ട് പോയി കാണും. തേങ്ങല്ല, മാങ്ങിയ. ഇത് ഞാനൊന്നും പറയാത്തെ. ഇയാള് വലിയ സുന്ദരനെന്ന വിചാരം. ബട്ടൺസ് ഇട്ടിട്ടില്ല. ഞാൻ വന്നപ്പോ ശ്രദ്ധിച്ചു. ബെൻസിന്റെ ഇടോ, ബനിയന്റെ. എപ്പോഴും കളിയാക്കി എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. ശരി, ഇനി കളിയാക്കില്ല, പറഞ്ഞോളൂ. ഞാൻ എന്തുമാത്രം പാടുപെട്ടാണെന്നറിയാം കള്ളക്കടത്ത് സാധനം കൊണ്ടാണ് വണ്ടി കണ്ടുപിടിച്ചത്. ചെക്ക് പോസ്റ്റിൽ വെച്ച് അവർ സോമനുമായി സംസാരിക്കുന്നത് കണ്ടു. ഇതൊക്കെ പറഞ്ഞിട്ടാ ഞാൻ ആ കോലുകാരന്റെ കൂട്ടിക്കൊണ്ട് വന്നത്. അതാരാ? അല്ലാണ്ട് നമ്മുടെ റേഞ്ചർ. ചെക്ക് പോസ്റ്റ് വന്നപ്പോ സോമൻ പറയാ അങ്ങനെ ഒരു വണ്ടി അതിൽ വന്നിട്ടേ ഇല്ലെന്ന്. ഈശ്വരാ, നുണ പറയാൻ എന്ത് ശക്തിയുള്ള നാക്ക്. അയാളെ നാക്ക് പുഴുത്തു പോളൂ. കശ്മലൻ ഇങ്ങനെ ശപിക്കല്ലേ വീരമണി. എന്ന് വെച്ച് എന്നെ റേഞ്ചറിന് മുമ്പിൽ വെച്ച് അപമാനിക്കുക ചെയ്യാ. ഞാൻ എന്ത് ചെയ്താലും ആർക്കും പിടിക്കില്ല. അതെന്റെ ഞാൻ കളിക്കാനില്ല, കുളിക്കാനില്ല. എന്നെ ആരും വിളിക്കണ്ട. ബട്ടൻസ് വീരമണി പറഞ്ഞതിൽ എന്തോ കാര്യമുണ്ട്. വീരമണി പറഞ്ഞതിൽ കാര്യമുണ്ടെങ്കിൽ അത് റേഞ്ചർ അറിഞ്ഞോളൂ. ഇവിടെ ചുറ്റുപാടും അച്ചായന്റെ കാതുകളാണ്. ആരെയും വിശ്വസിച്ചുകൂടാ. വീരമണിയുടെ നിഷ്കളങ്കത കൊണ്ട് അവൻ പറഞ്ഞത് സത്യസന്ധമായ വാക്കുകളായിരിക്കും. എന്തായാലും എല്ലാവരുടെയും നേർക്കൊരു കണ്ണു വേണം, പ്രത്യേകിച്ച് സോമന്. ഏത് സമയവും ഈ ആദിവാസി കോളനിയിൽ കയറിയിറങ്ങുന്നതിന്റെ ഉദ്ദേശം എന്താണാവോ? എന്തായാലും നിങ്ങൾ കയറി ഇറങ്ങുന്നതിന്റെ ഉദ്ദേശമല്ല. വാക്കിൽ ചാരിത്രം സൂക്ഷിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. വേണ്ട, അഭ്യാസമൊന്നും വേണ്ട. ബുദ്ധി കൊണ്ട് കുരക്കുന്ന പോലെ ശക്തി കൊണ്ട് വേണ്ട. ഇത് കാടാ. എന്റെ മോഹം ഇവളാ. ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ മതി. നിന്നെ തട്ടി ഏത് കുറ്റിക്കാട്ടിലിട്ടാലും ഇവിടെ ഒരു പട്ടിയും ചോദിക്കാൻ വരില്ല. അറിയാം, കാട് ഭരിക്കുന്ന നാട്ടുപ്രമാണിയുടെ കാടത്തത്തെ കുറിച്ച് അധികം പോഴ്ത്തണ്ട. ഇന്ദ്രപ്രസ്ഥത്തിന്റെ നടുത്തളത്തിൽ തുണി പൊക്കി കാട്ടുന്ന ജനസേവകരെ ഇവിടെ വരുത്തി കാട്ടുപെണ്ണിന്റെ വിയർപ്പിന് കുരുമുളകിന്റെ രുചിയാണെന്ന് പറഞ്ഞ് അവർക്കൊപ്പം കാട്ടിലേക്ക് ആടിപ്പാടാൻ വിട്ടിട്ട് ദിവസങ്ങൾക്ക് ശേഷം ഏതെങ്കിലും കുറ്റിക്കാട്ടിൽ കിടന്ന് പാവപ്പെട്ട പെൺകുട്ടികളുടെ ശവശരീരം കണ്ടെടുത്തപ്പോഴും ഇവിടെ ആരും ചോദിക്കാമെന്നില്ലല്ലോ. വരത്തില്ല. എനിക്ക് വേണ്ടപ്പെട്ടവർ ആരെയും വരുത്തില്ല. നാവിൻ തുമ്പിൽ ഗാന്ധിസവും ദുർമേധസ് പറ്റിപ്പിടിച്ച ശരീരത്തിൽ ഗാന്ധി കതറുമണിയുന്ന ഒരുപാട് പേര് കൂട്ടത്തിലുണ്ടെന്നറിയാം. അവരുടെ എല്ലാം അധികാര ഭ്രാന്തിന് ഓശാന പാടാൻ നിൽക്കുന്ന തന്നെ പോലുള്ളവരെ മൊത്തത്തോടെ കാട്ടുതീയിൽ എരിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകൂ. എനിക്കെതിരെ ഇതുവരെ ഇവിടെ ഒരു ചെറുവിരൽ പോലും അനങ്ങിയിട്ടില്ല. മുളയിലെ നുള്ളിയെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോ എന്തിനും തയ്യാറായി ഒരുപറ്റ ആൾക്കാരുണ്ട് അവളുടെ കൂടെ. നിങ്ങളുടെ കഴിവുകേട് നാട്ടുകാരെ മുഴുവൻ കയറി ഉരുവിടാൻ ആര് പറഞ്ഞു? അച്ഛൻ ഒരു പെണ്ണിന് വേണ്ടി ഇത്ര ശ്രമിക്കേണ്ട കാര്യമുണ്ടോ? ഒരു വാക്ക് പറഞ്ഞ പോരെ, ആ സെക്കൻഡിൽ അവളോട് എത്തില്ലേ? അച്ഛനൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞോണ്ടാ. അല്ലെങ്കിൽ അത് അവളെ, രേണുക വർമ്മയെ, സ്വന്തം ചാമ്പലിൽ നിന്നും ഉയർത്തി നിൽക്കുന്ന ഫീനിക്സ് പക്ഷിയെ പോലെയാണ് ഞാൻ. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം.
ആ ചന്തു, എല്ലാവർക്കും ഭക്ഷണത്തിനുള്ള ഏർപ്പാടൊക്കെ ചെയ്തിട്ടില്ലേ? എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ദുഃഖം മാറിക്കിട്ടാൻ മറ്റവൻ കുറേശ്ശെ കൊടുക്കുന്നുണ്ട്. ആർക്കും ഒന്നിനും ഒരു കുറവും വരുത്തരുത്. ശരി. ആരാണിത് ചെയ്തതെന്ന് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പോലീസിനോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. രാമ, എന്തോ നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? അങ്ങനെ സംശയം ഉണ്ടോ എന്ന് ചോദിച്ചാ ആ രേണുകാവർമ്മയാണ് എപ്പോഴും ഇവിടെ വരാറ്. അവരുടെ കൂടെ വേറെയും ചിലരൊക്കെ ഉണ്ടാവും. നിങ്ങളെ ഓരോന്ന് പറഞ്ഞ് വഴിതെറ്റിക്കാൻ നടക്കുന്നത് അവളാ. വിശ്വസിക്കരുത്. അവളെയും കൂടെയുള്ളവരെയും സൂക്ഷിക്കണം. കൊന്നാൽ പാപം തിന്നാൽ തീരും. കത്തിച്ച കൈകൾ കൊണ്ട് തന്നെ കെട്ടിക്കൊടുക്കുന്ന കാഴ്ച കാണാൻ ഇറങ്ങിയതാണ് ഞാൻ. മുഖം നിറയെ പുഞ്ചിരിയും മനസ്സ് നിറയെ കള്ളത്തരവുമുള്ള നിങ്ങളുടെ മാന്യത ഇവർക്ക് നേരിട്ടൊന്ന് ബോധ്യപ്പെടുത്തണ്ടേ? ദാ കഴിക്കണം. ഇവർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. ഇവരുടെ കണ്ണീര് കണ്ടാൽ എനിക്ക് എന്റെ ഉറക്കം പോലും നഷ്ടപ്പെടും. പാതിരാത്രി ഒരു സൂര്യൻ ഉദിച്ചാൽ ഈ പറയുന്നതെല്ലാം സത്യമാണെന്ന് ഇവർക്കും ബോധ്യപ്പെട്ടേനെ. മനഃപൂർവ്വം കരിവാരത്തേക്കാണോ നീ? ഒന്നും സംഭവിക്കില്ല. ഞാൻ കൊടുക്കുന്ന സ്നേഹത്തിന്റെ 10 മടങ്ങ് തിരിച്ചു തരുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ. ഞാനൊന്ന് ഉറക്കെ തുമ്മിയാൽ മാളത്തിൽ ഒളിക്കുന്ന ചെറ്റകളാണിവർ. ഈ പാവങ്ങളുടെ ഭൂമി കയ്യേറി ഇവരെ കൊണ്ട് അടിമപ്പണി ചെയ്യിച്ച് ഇവർക്ക് സ്വന്തമെന്ന് അവകാശപ്പെടാവുന്ന ചാരിത്രവും സമ്പത്തും കൊള്ളയടിച്ച് അധികാര കസേരകളിൽ മാറി മാറി വരുന്നവർക്കെല്ലാം കൂട്ടിക്കൊടുത്ത് ഒടുവിൽ നിങ്ങൾ കാണിക്കുന്ന തോന്നിവാസങ്ങളെ ചൂണ്ടിക്കാട്ടുമെന്നായപ്പോ ഇവര് ചെറ്റകളായല്ലേ? നിങ്ങൾ പറയുന്ന ഈ ചെറ്റകളിലാണ് നാളത്തെ അധികാരമെന്ന് മറക്കരുത്. രേണുകാവർമ്മയ്ക്ക് ഇവരോട് ഇത്രയും സ്നേഹം തോന്നാൻ പാവങ്ങളോടുള്ള ആത്മാർത്ഥതയോ അതോ മണ്ണിൽ പണിയെടുക്കുന്നവരുടെ മേക്കരുത്ത് അനുഭവിക്കാനുള്ള തന്ത്രമോ? Shut your bloody mouth. ഒരുപാട് ക്ഷോഭിക്കണ്ട. പണ്ട് ഇതുപോലെ ക്ഷോഭിച്ചവരൊക്കെ ഇന്ന് എന്റെ കിടപ്പുമുറിയിൽ ഞാൻ പറയുന്നത് അനുസരിച്ച് ജീവിക്കുന്നുണ്ട്, സന്തോഷത്തോടെ. എനിക്കറിയാം, പലരുടെയും ക്ഷോഭം മാറ്റാൻ തണുത്ത ചില്ലുമുറിയിൽ ഐസ്ക്രീം വിൽപ്പന നടത്താൻ നിർത്തിയ നാണം കെട്ട കഥകൾ. അതെടി, അങ്ങനെ ഒരുപാട് നാണം കെട്ട കഥകളുടെ പടുത്തുയർത്തിയതാണ് ഇതെല്ലാം. അതിനടിത്തറ കെട്ടാൻ നീ ആദ്യം ബലിയടാക്കിയ ഭാസ്കരവർമ്മയുടെ മകൾ ഇവിടെ കാലുകുത്തിയതും നിന്റെ അടിത്തറ തകർക്കണം. രേണുവിന് ന്യായീകരണങ്ങൾ ഒരുപാടുണ്ടാവും. അവരുടെ സ്വഭാവം നമുക്കറിയാവുന്നതല്ലേ. നേരിട്ടൊരു യുദ്ധത്തിനല്ല വന്നതെന്ന് ഇടയ്ക്കിടയ്ക്ക് എന്നെ ഓർപ്പിക്കുന്ന രേണു അത് മറക്കുന്നു. രാത്രിയിലെ കൂരിരുട്ടിൽ അവര് കാണിക്കുന്ന ചെറ്റത്തരങ്ങൾ മറച്ചു പിടിച്ച് പകൽ മാന്യരായി കുറ്റം നമ്മുടെ തല കെട്ടിവെക്കാൻ ശ്രമിക്കുന്ന കണ്ടപ്പോ പൊട്ടിത്തെറിക്കേണ്ടി വന്നു. ഇത് അവരുടെ നാടാണ്, അത് ഓർമ്മ വേണം. അച്ഛനെ കൊന്നതും എന്റെ മുരളിയെ കൊന്നതും എല്ലാം ഒരു നിമിഷം ഞാൻ ഓർത്തുപോയി. അവനോട് ഇത്രയെങ്കിലും ക്ഷമ കാണിക്കാൻ പറ്റിയല്ലോ. ഒരു പ്രതികാരം തീർത്ത് പോകാനായിരുന്നെങ്കിൽ അത് നമുക്ക് പണ്ടേ കഴിയുമായിരുന്നു. ഫോറസ്റ്റുടെ മരണവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള പൊല്ലാപ്പോളും പിന്നെ എന്തിനു വേണ്ടിയായിരുന്നു? ശരിയാണ്, പേടിക്കണ്ട. എന്നെ സംരക്ഷിക്കാനുള്ള ധൈര്യം എനിക്കുണ്ട്. നമ്മളിൽ ആരുടെയെങ്കിലും കൊക്കിൽ ജീവന്റെ ഒരു അംശം ബാക്കിയുണ്ടെങ്കിൽ അവന്റെ അന്ത്യം കണ്ടേ മടങ്ങാവൂ.